ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം CBSEയുടെ പുതിയ ചെയർമാൻ. പുതിയ നിയമനം രാഹുൽ സിംഗിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിന് പിന്നാലെ പുനർമൂല്യനിർണ്ണയ വീഴ്ചകളിൽ കർശന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, എന്താണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പുനഃക്രമീകരണങ്ങൾ? നീലിമ, CBSE വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് CBSE ചെയർമാൻ രാഹുൽ സിംഗിനെയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയെയും ഈ സ്ഥാനത്ത് നിന്നും നീക്കിയത്. ഏകദേശം വൈകിട്ട് 4 മണിയോടെയാണ് ഇവർ രണ്ടുപേരെയും നീക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. തൊട്ടു പിന്നാലെ ഏകദേശം 9 മണിയോടെ CBSE ചെയർമാൻ സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തി, അതായത് ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം എന്ന IAS ഉദ്യോഗസ്ഥനെ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് CBSE +2 പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നടക്കുന്ന ഇടയിലാണ് പ്രധാനമന്ത്രി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം തനിക്ക് ലഭിക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിലെ തകരാറുകൾ എല്ലാം തന്നെ ഇന്ന് പരിഹരിച്ചു എന്നാണ് CBSE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി CBSE സെക്രട്ടറിയെ നാളെ നിയമിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നീലിമ.